നമസ്കാരം. CPM-ന്റെ കണ്ണൂർ ജില്ലാ ഘടകത്തെ KP ഉദയഭാനു വിമർശിച്ചു. ഉദയഭാനുവിൻ്റെ ജില്ലാ സെക്രട്ടറി സ്ഥാനം പോയി. നാം പറയുന്നത് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞതേ ഉള്ളൂ. ജില്ലാ കമ്മിറ്റി കഴിഞ്ഞു. പുതിയ ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയായി രാജു എബ്രഹാം വന്നു. അതവിടെ നിൽക്കട്ടെ. അതായത് നവീൻ ബാബു എന്ന ഉയർന്ന ഉദ്യോഗസ്ഥൻ്റെ, ജില്ല കണ്ട ഉയർന്ന രണ്ടാമത് ഉദ്യോഗസ്ഥൻ്റെ മരണശേഷം ഈ പാർട്ടി തുടക്കം മുതൽ പറഞ്ഞു ഞങ്ങൾ കുടുംബത്തോടൊപ്പമാണ്. അന്ന് കുടുംബത്തോടൊപ്പമാണ് എന്ന വാക്ക് പറഞ്ഞ MV ഗോവിന്ദൻ ഈ കഴിഞ്ഞ ദിവസവും സമ്മേളനം കഴിഞ്ഞപ്പോഴും പറഞ്ഞു കുടുംബത്തോടൊപ്പമാണെന്ന്. എങ്ങനെ ഈ പറയുന്ന ഉദയഭാനു പാർട്ടിയിൽ ഒറ്റപ്പെട്ടു എന്നല്ലേ? ഈ മരണം കഴിഞ്ഞ് MV ജയരാജൻ വരെ അവിടെ വന്ന് ആ മൃതശരീരത്തിൽ അവസാനത്തെ ശേഷിപ്പായി ഉണ്ടായിരുന്നത് വരെ അത് ചിതയിൽ വെച്ച് ദഹിപ്പിക്കുന്നത് കണ്ടിട്ടാണ് MV ജയരാജൻ ഇവിടെ നിന്ന് പോയത്. എവിടെ നിന്ന്? പത്തനംതിട്ടയിൽ നിന്ന് പോയത്. ആ മലയാളപ്പുഴയിൽ നിന്ന് ജയരാജൻ വണ്ടി കയറിക്കഴിഞ്ഞ് എല്ലാം ശുഭമായി എന്ന് നിർദ്ദേശം കൊടുത്ത MV ജയരാജൻ ശേഷം ഈ ഉദയഭാനു പറഞ്ഞു ഒരു വേള ചിലപ്പോൾ ഉദയഭാനു ആ കുടുംബത്തിന് അവിടെ ആ പറയുന്ന ദേശത്ത് പത്തനംതിട്ടയിൽ ആ പഴയ കുടുംബത്തിനുള്ള ആ ഒരു ഹോൾഡ് അയാൾക്കറിയാവുന്നത് കൊണ്ടാണ് ഉദയഭാനു അങ്ങനെ പറഞ്ഞത്. എന്തായാലും ഉദയഭാനു അന്ന് മുതൽ പാർട്ടിയുടെ നോട്ടപ്പുള്ളിയായി. ഉദയഭാനുവിനെ പാർട്ടിയുടെ ജില്ലാ ഘടകത്തിൽ നിന്ന് മാറ്റി. ഒരു കേഡറിന് തെറ്റുപറ്റിയാൽ ആ കേഡറിനെ നാം ചേർത്ത് നിർത്തണം എന്ന് പറഞ്ഞ ഗോവിന്ദൻ പാർട്ടി ക്ലാസ്സിൽ പറയുന്നത് പോലെ ഇന്നലെയും അവിടെ പറഞ്ഞു. ഒരു തെറ്റ് ദിവ്യയ്ക്ക് സംഭവിച്ചപ്പോൾ എല്ലാവരും BP ദിവ്യയെ കുറ്റം പറഞ്ഞു. മലയാളപ്പുഴ മോഹൻ പാർട്ടിയെ കുറ്റം പറഞ്ഞു. അതിന് മലയാളപ്പുഴ മോഹൻ പാർട്ടി മെമ്പറാണെന്ന് ആരറിഞ്ഞു? ഏതായാലും പാർട്ടിയുടെ ഇരട്ടത്താപ്പ് ഒന്നുകൂടെ വ്യക്തമായി. ഈ ഉദയഭാനു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പദത്തിൽ നിന്ന് മാറി, അല്ലെങ്കിൽ മാറ്റി. ഇവിടെ ഒന്നുകൂടെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം. ആന്തൂർ സാജന്റെ മരണത്തിന് കാരണക്കാരായിരുന്നത് ആരാണെന്നല്ലേ? PK ശ്യാമളയല്ലേ? ഈ PK ശ്യാമള ഈ ആന്തൂർ സാജന്റെ കുടുംബത്തിൽ എങ്ങനെ അവരോട് സംസാരിച്ച് ആ കേസ് എങ്ങനെ ഒതുക്കി തീർത്തോ, അതുപോലെ ഈ പറയുന്ന നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ ഭാര്യയെ, അദ്ദേഹത്തിന്റെ അനുജന്മാരെ, അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഒക്കെ ചില മേൽഘടകങ്ങളിൽ നിന്നും കീഴ്ഘടകങ്ങളിൽ നിന്നും നമുക്ക് ഈ കേസ് ഒത്തുതീർപ്പെടുത്താക്കിക്കൂടെ, നമുക്കെന്തിന് സുപ്രീം കോടതിയിൽ പോകണം, ഈ കുട്ടികൾക്ക് ഭാവിയുള്ളതല്ലേ എന്നിങ്ങനെയുള്ള ചില വർത്തമാനങ്ങളൊക്കെ ആ കുടുംബത്തിന് മേൽ വരുന്നുണ്ട്. ഏതായാലും ഈ പറയുന്നത് പോലെ ഇന്നലെ വന്ന 2 റിപ്പോർട്ടുകൾ, എന്തായാലും ജനുവരി 7-ന് ശേഷമേ കോടതി ഈ കേസിലെ വിധി പ്രഖ്യാപനം ഉണ്ടാവുകയുള്ളൂ. അപ്പോഴത്തേക്കും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പ്രശാന്തന്റെ അദ്ദേഹത്തിനെതിരെയുള്ള വിജിലൻസ് ആരോപണം തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. അതുപോലെ PP ദിവ്യ എന്ന നേതാവ് ഒരു ക്രിമിനലാണ് എന്നുള്ളതും പോലീസ് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് ഈ CPM-നെ ഒരിക്കലും CPM എന്ന പാർട്ടിയെ, ഈ മുഖ്യമന്ത്രിയെ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? അവർ ഒരു വേള ഇപ്പോൾ അവർക്കൊപ്പം നിന്ന് അവരുടെ കേഡറാണ്, അവർക്ക് തെറ്റുപറ്റി, അവരെ വിമർശിച്ചത് തെറ്റെന്ന് പറഞ്ഞ അവരെ തന്നെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. അതായത് ഒരു വേള വേട്ടക്കാരനൊപ്പവും ഒരു വേള ഇരയ്ക്കൊപ്പവും നിൽക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ ഇവരുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഏതായാലും ആ കുടുംബത്തിന് വേണ്ടി സംസാരിച്ചിരുന്ന ഉദയഭാനുവിന് പാർട്ടിയിൽ നിന്ന് ഒരു വേള അദ്ദേഹം ഒരു മുൻ സെക്രട്ടറി മാത്രമായി. ഇനി ഒന്നുകൂടെ നമുക്കിതിൽ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഈ ജില്ലാ സെക്രട്ടറി പദത്തിലേക്ക് രാജു എബ്രഹാം എത്തിയത് ഒരു സമവായത്തിന്റെ ഭാഗമായിരുന്നു എന്നൊരു വാർത്ത കൂടെ പുറത്തു വരുന്നു. രാജു എബ്രഹാമിനെ എന്ന് പറയുന്ന പത്തനംതിട്ടയിലെ ഒരു കോൺഗ്രസ് കുടുംബത്തിലെ അംഗം പിണറായി ഭക്തനായിരുന്ന രാജു എബ്രഹാമിനെ കഴിഞ്ഞ ഭരണകാലത്ത് അദ്ദേഹം MLA ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു മന്ത്രി പോലും ആക്കിയില്ല. അന്നും രാജു എബ്രഹാം ഒന്നും പറഞ്ഞില്ല. ഇന്നലെ ഇപ്പോൾ രാജു എബ്രഹാം വന്നത് പിണറായി ഭക്തനായതുകൊണ്ടായിരുന്നില്ല, ഒരു സമവാക്യമായിരുന്നു. ഉദയഭാനുവിനെ എന്തായാലും ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു. അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഈ പറയുന്നത് പോലെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായി 34 പേരെ സെലക്ട് ചെയ്യാവൂ. ആ 34 പേരെ തെരഞ്ഞെടുപ്പിൽ തന്നെ ചിലരെയൊക്കെ എടുത്തതിൽ വല്ലാത്ത അമർഷം. DYFI നേതാവ് ഒരു നിസാമിനെ എടുക്കുന്നതിൽ അവിടെ നിന്ന് തന്നെ പലരും, കൃഷ്ണകുമാർ എന്നൊക്കെ പറയുന്ന അവരുടെ പല നേതാക്കളും അതിനെ എതിർത്തിരുന്നു. ഏതായാലും ഈ പറയുന്ന രാജു എബ്രഹാം ആയില്ല എന്നുണ്ടെങ്കിൽ ഉദയഭാനുവിൻ്റെ ഏറ്റവും അടുത്ത ഒരാൾ ബൈജു എന്ന മറ്റൊരു സഖാവിനെ അവർ നിർദ്ദേശിച്ചിരുന്നതാണ്. ഏതായാലും റാന്നിയിൽ നിന്നുള്ള രാജു എബ്രഹാമിനെ ഈ പറയുന്ന
കടുത്ത വിഭാഗീയത ഉണ്ടായിരുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് മേൽഘടകം നേരത്തെ തന്നെ തീരുമാനിച്ച് കൊണ്ടിരുത്തുകയായിരുന്നു. അതായത് ജില്ലാ കമ്മിറ്റിയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിൽ പോലും കടുത്ത തർക്കം ഉണ്ടായിരുന്നത്, ആ തർക്കം ഗോവിന്ദന്റെ മുന്നിൽ വെച്ചായിരുന്നു ആ തർക്കം ഉണ്ടായത്. ഏതായാലും ഇത്തരത്തിൽ ഈ പാർട്ടി നശിച്ച നാരായക്കല്ല് എന്നൊക്കെ പറയുന്നത് പോലെ നശിച്ച് തീരാറായി ഈ പാർട്ടി ഇതാ ഒടുവിൽ ഇപ്പോൾ ഒരു സമവായം എന്ന പോലെ രാജു ഇബ്രാഹിമിനെ കൊണ്ടുവച്ചിരിക്കുന്നു. നാം തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് വേണ്ടി ഒരു വാക്കു പറഞ്ഞ ഉദയഭാനുവിനെ അവർ ഒറ്റപ്പെടുത്തി. ഉദയഭാനു ഇപ്പോൾ പാർട്ടിയിൽ ഒരു സ്ഥാനവും, അതായത് പഴയ മുൻ ജില്ലാ സെക്രട്ടറി എന്നും ജില്ലാ കമ്മിറ്റിയിൽ അംഗവും മാത്രമായി. ഏതായാലും ആന്തൂർ സാജന്റെ കേസ് ഒതുക്കി തീർത്തതുപോലെ നവീൻ ബാബുവിൻ്റെ കേസും ഇവർ ഒതുക്കി തീർക്കും. അതിനുള്ള കൺകട്ട് വിദ്യയൊക്കെ ഈ പാർട്ടിയിലെ ആൾക്കാർക്കുണ്ട്. എന്തായി തീരുമെന്ന് 7-ാം തീയതിയിലെ വിധി വന്നു കഴിയുമ്പോൾ നമുക്കറിയാം. നന്ദി, നമസ്കാരം.